നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം വളരെ പെട്ടെന്ന് OTT-യിൽ എത്തിയ ഒരു തമിഴ് ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ഗോളിസോടെയൊക്കെ ഡയറക്ട് ചെയ്ത വിജയ് മിൽട്ടൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് വിജയ് ആന്റണി, ശരത് കുമാർ, മേഘ ആകാശ്, സത്യരാജ്, ധനഞ്ജയ, മുരളി ശർമ്മ, ശരണ്യ പൊന്മനൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മഴை പിടിക്കാത്ത മനിതൻ. ആൻഡമാനിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. നായകനെ അദ്ദേഹത്തിന്റെ ചീഫ് അവിടെ എത്തിക്കുന്നു. ഒരു ലോ പ്രൊഫൈൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ നായക കഥാപാത്രത്തെ ഏജന്റ് 2223 നമ്മൾ മെല്ലെ പരിചയപ്പെടുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ കഥാപാത്രത്തിന്റെ ആൻഡമാനിലെ ജീവിതമാണ് മഴை പിടിക്കാത്ത മനിതൻ പറയുന്നത്. പേരിലൊരു രസമൊക്കെ ഉണ്ടെങ്കിലും പടം കണ്ടു കഴിയുമ്പോൾ മഴை പിടിക്കാത്ത മനിതൻ എന്ന സിനിമ പിടിക്കാത്ത മനിതൻ എന്ന അവസ്ഥയിലാണ് പ്രേക്ഷകൻ. രണ്ടാം ഭാഗം മാത്രമല്ല, അതിനപ്പുറവും ഇത് തുടരുമെന്ന സൂചന കൂടെ നൽകിയാണ് സിനിമ അവസാനിക്കുന്നത്. ആദ്യ ഭാഗം എന്തായാലും മിഷൻ വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് പ്രഖ്യാപനം തോന്നിയത്. ഓവറോൾ സിനിമ നോക്കിയാലും ഒരു സീൻ മാത്രമാണ് അല്പമെങ്കിലും രസമുണ്ട് എന്ന നിലയിൽ അനുഭവപ്പെട്ടത്. പ്രകടനത്തിലേക്ക് വന്നാൽ വിജയ് ആന്റണിയാണ് നായകനായ ഏജന്റ് കഥാപാത്രമായിട്ട് എത്തുന്നത്. സാധാരണ അണ്ടർ കവർ സീക്രട്ട് ഏജന്റ് കഥകൾ പോലെയല്ല ചിത്രം തുടങ്ങുന്നത്. ഒന്ന് ക്ലാസ് ആക്കാം എന്ന നിലയിൽ നൽകിയ പേരും കുറച്ച് മിസ്റ്ററിയൊക്കെ ചേർത്തുള്ള അവതരണവുമാണ്. വിജയ് ആന്റണിയെ നമ്മൾ കാലങ്ങളായി കാണുന്ന പോലെയാണ് ഈ സിനിമയിലും കാണാൻ സാധിക്കുക. പേര് ഏജന്റ് എന്ന നിലയിൽ മാറി എന്ന് മാത്രം. തുടക്കത്തിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് കരുതിയാലും പിന്നീട് സിനിമയുടെ പ്രധാന ടേൺ വരുമ്പോഴും കാര്യമായ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. നായകൻ്റെ പ്രകടനം കൊണ്ട് തന്നെ ലിഫ്റ്റ് ചെയ്യപ്പെടേണ്ട സീൻ വരുമ്പോഴും നായകൻ്റെ പ്രകടനം കൊണ്ട് തന്നെ ഫ്ലാറ്റായി പോകുന്ന അവസ്ഥ കാണാൻ സാധിക്കും. എതിർപക്ഷത്തിന് മുന്നിൽ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെ ഒരു സീനുണ്ട്. പ്രകടനം താഴോട്ട് പോയി എന്നതിൻ്റെ മികച്ച ഉദാഹരണം ആ സീൻ തന്നെയാണ്. ശരത് കുമാർ പോസ്റ്ററിലൊക്കെ കാര്യമായി കണ്ടിരുന്നുവെങ്കിലും ചിത്രത്തിൽ സ്ക്രീൻ സ്പേസ് കുറവാണ്. ലുക്ക് രസമുണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പോലീസ് ഓഫീസറായി എത്തുന്ന മുരളി ശർമ്മ പവർഫുൾ ആണ്, പക്ഷേ കൗശലക്കാരൻ കൂടെയാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഒരു ലോജിക്കും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു. ബർമ്മ എന്ന കഥാപാത്രമായി എത്തുന്ന പൃഥ്വി അംബർ ഒരല്പം ബഹളമൊക്കെ വേണ്ടേ, അത് ഞാൻ ചെയ്തോളാം എന്ന ലേബലിലാണ്. ധനഞ്ജയാണ് വില്ലൻ വേഷത്തിലെത്തുന്നത്. ടിപ്പിക്കൽ പരിപാടിയാണ്, പക്ഷേ മറ്റുള്ളവരുടെ പ്രകടനങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്കൊരല്പം ആശ്വാസമായിട്ടാണ് തോന്നിയത്. മേഘ ആകാശ്, തലൈവാസൽ വിജയ്, സത്യരാജ്, ശരണ്യ പൊന്മനൻ എന്നിവരൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട് എന്ന് മാത്രം. സീക്രട്ട് ഏജന്റ് കഥ, പുതിയൊരു കാലത്തെ അയാളുടെ ജീവിതം, അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന നിലയിലൊക്കെ കഥ മുന്നോട്ട് പോകുമ്പോൾ മിസ്റ്ററി, റൊമാൻസ്, ആക്ഷൻ, ട്വിസ്റ്റൊക്കെ അവിടെയും ഇവിടെയുമായി പ്ലേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഒരു എക്സൈറ്റിംഗ് ഫീൽ നൽകാൻ ചിത്രത്തിന് സാധിക്കുന്നില്ല. സിനിമ മൊത്തത്തിൽ നോക്കിയാലും ഒരു മാളിൽ വെച്ചുള്ളൊരു സീനുണ്ട്, അത് മാത്രമാണ് ആശ്വാസമാകുന്നത്. മൾട്ടിപ്പിൾ ഈവൻസ് ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊരു ആകാംക്ഷ കുറച്ച് അവിടെ ലഭിക്കുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിൽ നോക്കിയാലും മികച്ച ഔട്ട്പുട്ടാണ് എന്ന് തോന്നിയില്ല. ക്ലൈമാക്സ് ആണ് ഏറ്റവും മോശമായി തോന്നിയത്. നന്മയുള്ള ലോകമേ എന്ന പാട്ട് മിസ്സിംഗ് ആണ് എന്ന് മാത്രം. പിന്നെ കെട്ടക്കട്ടെ ടിസ്റ്റ് എന്ന നിലയിൽ കൊണ്ടുവരുന്നതൊക്കെ ഇടയ്ക്ക് സിനിമ കാണുന്നവന് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നത് മറ്റൊരു സത്യം. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ തീർത്തും നിരാശപ്പെടുത്തിയൊരു സിനിമയാണ് മഴை പിടിക്കാത്ത മനിതൻ. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നതും. വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.